വിഷയം നടക്കുന്നത് അങ്ങ് മംഗലാപുരം ഭാഗത്താണ്. വീട്ടിലും നാട്ടിലും സംഘടനയിലും എല്ലാം മുൻപന്തിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിന്നിരുന്ന കുട്ടികളോട് ആത്മഹത്യ പാപമാണെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണം? ഉസ്താദിന്റെ വോയിസ് കേട്ടോ. നോക്കാം എന്തായിട്ട് ലോണ്ടത് നിങ്ങൾ ലോൺ കിട്ടിയിട്ടുണ്ടല്ലേ, അങ്ങനെ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡേറ്റിൽ 6,83,000 രൂപ 83,418 രൂപ ನಾನು ಬೆರ್ತಿ ಇങ്ങനെ കേട്ടെ എത്ര ശമ്പളം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഉസ്താദുമാരുടെ ശമ്പളം പോകുന്ന ശമ്പളം അതിലെടുക്കാൻ വിചാരിച്ചില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിരുന്നു. ആ ലോണ് ഒരുപാട് അടച്ചടച്ച് അവസാനം ഇനി എത്രയുണ്ട് എന്ന് പോയി നോക്കുമ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് അടക്കാൻ. അത് അടക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷ, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടപ്പോൾ അവസാനം ഉസ്താദ് ആത്മഹത്യയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാലോ എന്റെ സാലറി എത്രയാണെന്ന്. വെറും 11,000 രൂപക്കാണ് ഉസ്താദ് സാലറി എടുത്തത്. നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. മുസ്ലിമെ, നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ നെഫ്സിനോട് നീ ഒന്ന് ചോദിക്കുക. ഈ 11,000 രൂപ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും, ഹോസ്പിറ്റലാവട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവട്ടെ, അതുപോലെ തന്നെ കോളേജുകളാവട്ടെ, ഏത് മേഖലയും, പച്ചക്കറികളാണെങ്കിലും ഇന്ധനങ്ങളാണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാത്തിനും വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെറും 11,000 രൂപ കൊണ്ട് എങ്ങനെയാണ് ഉസ്താദുമാര് ജീവിക്കുക? ബംഗാളിക്ക് സാലറി കൂടി, തമേന് സാലറി കൂടി, വേണ്ട എല്ലാവർക്കും സാലറി കൂടിയിട്ടുണ്ട്. ഇന്നും മാറാത്ത ഒരേ ഒരു സംഭവം ഉസ്താദുമാരുടെ സാലറിയാണ്. ഒരു പാനിപൂരി വിൽക്കുന്നവനിക്ക് ഡെയിലി 700 കിട്ടുമെങ്കിൽ എന്റെ ഉസ്താദുമാർക്ക് മാത്രം സാലറി കുറയുന്നു? ചോദിച്ചാൽ പറയൽ എന്താന്ന് പറയാ, ബറക്കത്തുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുസ്ലിമെ, എന്ത് ബറക്കത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉസ്താദുമാർക്ക് ജീവിതമല്ലേ, അവർക്ക് കുടുംബല്ലേ, അവർക്ക് വീട് വെക്കണ്ടേ, അവർക്ക് മക്കളെ പോറ്റണ്ടേ, അവരെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടണ്ടേ? എന്തിനാണ് ഈ കണ്ണിച്ചോറില്ലായ്മ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഓരോ മുസ്ലിമും നിങ്ങൾ നെഫ്സിനോട്, നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? എന്റെ മഹല്ലില്, എന്റെ നാട്ടില്, എന്റെ ഉസ്താദുമാർക്ക്, എന്റെ മക്കളെ പഠിപ്പിക്കുന്ന, എനിക്ക് ഇമാം എന്നത് തരുന്ന ഈ ഉസ്താദുമാർക്ക് എത്രയാണ് സാലറി? നിങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട്, പല പണിക്കും പോയിക്കൂടെ, കുടുംബം നോക്കിക്കൂടെ എന്ന്. ഒരു പണിക്കും പോവാൻ കഴിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞ പേരിലാണ് ഓരോ നാട്ടിലും നിന്ന് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. ആ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് സാലറി കൂട്ടുക എന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എത്രയോ സംഘടനകളുണ്ട്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആയിരക്കണക്കിന് സംഘടനകളില്ലയോ? ഒരു സംഘടന പോലും എന്തുകൊണ്ടാണ് ഉസ്താദുമാരുടെ സാലറിയുടെ കാര്യത്തിൽ സംസാരിക്കാത്തത്? എത്രയോ ആയി ഞാൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് സംഘടനകൾ ഇതിനു വേണ്ടി സംസാരിക്കാത്തതെന്നും. ഞാൻ പറയട്ടെ, നമുക്കൊരു സംഘടനയെ തുടരണം, ഇതിലൊരു മാറ്റം വരുത്തണം. ഉസ്താദുമാരുടെ കണ്ണീരിന് നമ്മൾ അറുതി വരുത്തിയേ മതിയാവുകയുള്ളൂ. സ്വന്തത്തോട് ചോദിക്കുക, തിരിച്ചറിയുക മുസ്ലിമെ, എന്നോട് കൂടെ ഒപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ, നമുക്കൊരു സംഘടനയെ മുന്നേറാം ഇൻഷാ അല്ലാഹ്. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി മുത്തെടുന്നള്ളേണം, ആരവമായി കലിമുത്തിൻ മാധുര്യം മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി മുത്തെടുന്നള്ളേണം, ആരവമായി കലിമുത്തിൻ മാധുര്യം മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.